അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസുഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു കേസിൻ്റെ വിധി അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ പത്രങ്ങളിലും മീഡിയകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ലേഡി ഡോക്ടറെ ഹോസ്പിറ്റലിൽ വെച്ച് വളരെ ക്രൂരമായി ഈ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് അത് കൈക്കലാക്കി ക്രൂരമായി വളരെയധികം വേദനിപ്പിച്ചുകൊണ്ട് ആ ലേഡി ഡോക്ടറെ കൊലപ്പെടുത്തിയ ഒരു കൊലയാളിയെക്കുറിച്ച് നമ്മൾ വായിച്ചു. എന്നാ മരണവാർത്ത കേട്ടപ്പോൾ തന്നെ നമ്മളാകെ വിഷമിച്ചു പോയ ഒരു സന്ദർഭമായിരുന്നു അത്. അങ്ങനെ ഇപ്പോൾ ആ കേസിന് വിധി പറഞ്ഞു. വിധി നമ്മൾ കേട്ട് കാണും. അതായത് ആദ്യം 30 വർഷം അയാൾ ജയിൽവാസം അനുഭവിക്കണം. അതിന് ശേഷം ജീവപര്യന്തം, മരണം വരെയുള്ള ജീവപര്യന്തം ശിക്ഷയാണ് അയാൾക്ക് വിധിച്ചത്. അതെന്തോ ആവട്ടെ, ഒരു കൊലപാതകത്തിന് തിരിച്ചൊരു കൊല ചെയ്യപ്പെടാതെ ഒരിക്കലും ബന്ധുക്കളുടെയോ ആ മരണപ്പെട്ട വ്യക്തിയുടെയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും ആ ശിക്ഷ പൂർണ്ണ സംതൃപ്തിയാവില്ല. പക്ഷേ നമ്മുടെ നിയമത്തിൽ നേടിക്കൊടുക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി നേടിക്കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ ശിക്ഷാവിധി വന്നതിന് ശേഷമുള്ള ആ കുട്ടിയുടെ പിതാവിൻ്റെ പ്രതികരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കാണാൻ കഴിയും. ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്ന കുട്ടിയേക്കാളും ആ മരണപ്പെട്ട കുട്ടിയെ അയാൾ സ്നേഹിക്കുന്നു എന്നതാണ് ഇതിലുള്ളൊരു യാഥാർത്ഥ്യം. അത്രമാത്രം ആ കുട്ടിക്ക് വേണ്ടി, ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ചെയ്യുന്നതിനേക്കാളും വലിയ ത്യാഗം ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയെ പഠിപ്പിച്ച് ഡോക്ടറാക്കി ചെയ്തില്ല എന്നല്ല, പക്ഷേ അതിനേക്കാളും വലിയ ത്യാഗത്തിന് സന്നദ്ധയാണ്. അപ്പം 2 കാര്യങ്ങളാണ് എനിക്ക് ഇനി അവൾക്ക് വേണ്ടി ചെയ്യാനുള്ളത്. ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവളെ കൊലപ്പെടുത്തിയ ആൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം. അപ്പം അത് എനിക്ക് ഈ വിധിയോടുകൂടെ സാധ്യമായി. ഇനി രണ്ടാമത് എൻ്റെ ഒരു ആഗ്രഹമെന്ന് പറഞ്ഞാൽ ഒരു ചാരിറ്റി, അവൾക്ക് വേണ്ടി എന്തെങ്കിലും വല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സ്ഥാപിച്ച് അവളുടെ ഒരു ഓർമ്മക്കായിക്കൊണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ്. ഇത് രണ്ടും ഒരു മനസ്സിൻ്റെ ആത്മാർത്ഥമായ വികാരങ്ങളാണ്. ഒന്ന്, കൊലപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അർഹമായ ശിക്ഷ നൽകപ്പെടുമ്പോൾ മാത്രമേ ബന്ധുക്കൾ സമാധാനത്തിലാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു ഗുണ്ടയുടെ കൊലപാതകം കണ്ടു. അയാളൊരാളെ കൊന്നു. ആ കൊന്ന വ്യക്തി ജാമ്യത്തിലിറങ്ങി വന്നു. അയാളെ കൊന്നു. അയാൾ വെല്ലുവിളിച്ചു, അയാളെ കൊന്നു. ആ കൊന്നപ്പോൾ നേരത്തെ അയാൾ കൊന്ന ആളുടെ അമ്മയ്ക്കുണ്ടായ ആത്മസംതൃപ്തിയും അവരുടെ സന്തോഷമൊക്കെ നമ്മൾ കണ്ടു. അത് ജയിലിലായാലും ഒന്നും കിട്ടൂല, കൊലപ്പെടുത്തിയപ്പോൾ മാത്രം. അതേപോലെ മറ്റൊരു കാര്യം നമ്മൾ കണ്ടു. ഇതേപോലെ പുറത്തിറങ്ങിയ ഒരു കൊലപാതകത്തിൽ കുറ്റവാളി അയാൾ പുറത്തിറങ്ങിയപ്പോൾ അയാളെ മറ്റയാളുടെ ബന്ധു എന്ത് ചെയ്തു? കൊല്ലപ്പെട്ട ആളുടെ ബന്ധു വെടിവെച്ച് കൊന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അർഹമായ ശിക്ഷ കിട്ടുക എന്നുള്ളത് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുക്കൾക്ക്, കൊല ചെയ്യപ്പെട്ട നമ്മുടെ ബന്ധുക്കൾക്ക് കുറ്റവാളികൾക്ക് അത് കിട്ടുമ്പോൾ ഒരു സമാധാനമാണ്. രണ്ടാമത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ് ആ വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, നല്ല ഓർമ്മകൾ നേടുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആ ചാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഇപ്പോൾ ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും സദക്കകളോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മനസ്സമാധാനം ഇതാണ്. ഇവിടെ പ്രധാനമായ ഒരു ആശയം എന്ന് പറഞ്ഞാൽ, ഈ ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വിലയറിയാത്ത പല ആളുകളും മരണപ്പെട്ടു പോയാൽ നമുക്ക് അവരുടെ വിലയറിയും എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം. അപ്പോൾ അത് നമ്മളറിയാം. ഇപ്പോൾ ഈ മരിക്കും എന്നുറപ്പായിട്ട് തിരിച്ചു വന്ന ആളുകളുണ്ടായിരിക്കും. അവർക്കൊക്കെ പിന്നെ ഉണ്ടാവുന്ന സ്നേഹം ഭയങ്കര സ്നേഹമായിരിക്കും. മാരക രോഗങ്ങളിലൊക്കെ പെട്ട് അതിന്ന് തിരിച്ചു വരാൻ സ്നേഹിക്കും. അപ്പോൾ മരിച്ചു പോയാൽ ആ വ്യക്തിയോട് നമുക്ക് തോന്നുന്ന ഒരു സ്നേഹവും ഒരു താല്പര്യവും ഇഷ്ടമൊക്കെ വലുത്. എന്താണ് അതിൻ്റെ ഒരു കാരണം? ഒന്ന്, മരണപ്പെട്ടു പോകുന്നതോടുകൂടെ എന്താണ്, നമ്മൾക്ക് അയാൾക്ക് ചെയ്തു കൊടുക്കാനുള്ളതൊന്നും ചെയ്തു കൊടുക്കാൻ ഇനി അവസരങ്ങളില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വ്യാകുലതകൾ ആർക്കും ഇല്ല. എന്നാൽ
നമുക്ക് യഥാർത്ഥത്തിൽ അനുഭവപ്പെടുക എന്തായിരിക്കും? ആ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ ആ വ്യക്തിയെക്കൊണ്ട് നമുക്ക് കിട്ടിയ ഗുണങ്ങളും ബന്ധങ്ങളും സ്നേഹങ്ങളും അത് നമ്മുടെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും മറഞ്ഞു പോവില്ല. ജീവിച്ചിരിക്കുമ്പോൾ എന്തായിരിക്കും? നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യാകുലതകൾ, ഇങ്ങോട്ട് കിട്ടാത്തതിൻ്റെ വിഷമങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ മരണപ്പെട്ടു പോയാൽ മരണപ്പെട്ടൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ എന്തുമാത്രമേ ചിന്തിക്കുള്ളൂ അറിയോ? അയാൾ നമുക്ക് കിട്ടിയിരുന്ന ഉപകാരങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. അതായിരിക്കും പ്രധാനം. അതാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടു പോയ കാര്യം അതാണല്ലോ. തിരിച്ചൊന്നും നമുക്കിപ്പം ചെയ്തു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചെയ്തു കൊടുക്കണമല്ലോ എന്നുള്ള വ്യാകുലതകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യവുമില്ല. തീർച്ചയായും ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ വില അറിയാൻ കഴിയുന്നത്. ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമുക്കതറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളൊക്കെ എന്നായിരുന്നാലും നമ്മളോ അവരോ വേർപിരിഞ്ഞ് പോകുമല്ലോ. അപ്പോൾ ഇവർ ഒരു ദിവസം നമ്മളിൽ നിന്ന് അകലും എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും അവരുടെ തൃപ്തിയും പൊരുത്തവും നേടാനൊക്കെ നമ്മൾ പരമാവധി ശ്രമിക്കുക. അത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മരിച്ചു പോയതിന് ശേഷം നമുക്കവരെ സ്നേഹിക്കാൻ അവസരങ്ങളില്ല. കാരണം അവർക്ക് എന്തെങ്കിലും പരലോകത്തേക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ പരമാവധി ബന്ധങ്ങളെ ഊഷ്മളമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും ആ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനും പരസ്പരമുള്ള ഇഷ്ടങ്ങളെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ.